അപ്പൊ എനിക്ക് കാര്യം അറിയില്ലേ? എന്ത് കാര്യം? എന്ത് കാര്യം? രാവിലെ മൂപ്പര് ഇറങ്ങിയല്ലേ, ഒറ്റ മൈനനെ കണ്ടിട്ടല്ല അകത്ത് പോയി കുത്തിരിക്കണത്. ഒറ്റ മൈനനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സാറ് ഇറങ്ങൂല. ഒന്നെങ്കിൽ 2 മൈനനെ കാണണം, അപ്പൊ ശുഭാണ്. അല്ലെങ്കിൽ ഈ ഒറ്റക്കിരുന്ന മൈന പറന്നു പോയിട്ട് വേറൊരു മൈനന്റെ അടുത്ത് എത്തണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റ മൈനയില്ലേ വേറൊരു മൈനയുടെ അടുത്തെത്തുന്ന സമയം നമ്മളെങ്ങനെ തിരിച്ചറിയും? മെല്ലെ അതൊക്കെ മൂപ്പര് നോക്കിക്കോളൂ. അതൊന്നും നമ്മൾ അതിന്റെ അകത്ത് കൈയിടാൻ നിൽക്കണ്ട. ഇന്ന് നടക്കില്ല, ഇന്ന് നടക്കൂല. ഇന്നൊരു ധർണ ഉണ്ട്, അതാണ്. അവിടെ മഴ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, നോക്കട്ടെ. ശരി, പിന്നെ വിളിക്കും ഓക്കെ. വലത്തേക്കാല വെച്ച് ഏത് കാല് വെച്ച് കയറാൻ എന്താണോ കാണിക്കണേ? എന്താണോ? ഒരു പൂച്ച. സത്യമായിട്ട് ഒരു പൂച്ച കുറുകെ ചാടിയതാ. കരിമ്പൂച്ച. പൂച്ചയാ? ഇന്ന് എന്തൊരു ദിവസമായി പോയി. ഒരു കാര്യം ചെയ്യ്, ഇറങ്ങി വാങ്ങട്. അതെ, പൂച്ച കുറുകെ ചാടി കഴിഞ്ഞാല് 8 അടി പുറകോട്ട് നടക്കണം. അത് നടക്കുമ്പോഴല്ലേ നമ്മള് കാറിലല്ലേ? ഈ തർക്കിക്കാൻ നിൽക്കാതെ പറയുന്നത് കേക്ക്. നടന്നോ? നടന്നോ. ഒരടി എന്ന് പറഞ്ഞ ഒരെണ്ണം അങ്ങോട്ട് തരും, അപ്പൊ മനസ്സിലാവും നിനക്ക്. ഒരടി. റെഡി. 1 2 3 4 5 6 7 8 കാണിക്കണേ. സാർ, ഹലോ. വനമത എന്തായി? ഞങ്ങൾ ഇറങ്ങിയാണ്. അതെന്ത് പണിയാണ് മന്മത? അതെങ്ങനെ നടക്കുക? ഞങ്ങൾ 10 മിനിറ്റ് കൊണ്ട് അങ്ങോട്ട് എത്ര ദൂരമല്ലോ ഇവിടുന്ന്. അയ്യയ്യ, അത് മോശമായി പോയി. ഈ ഫോൺ വെക്ക്. എന്താ? അവിടുത്തെ ധർണന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ഉദ്ഘാടനം കഴിഞ്ഞു? നമ്മളെന്താ വൈകിന്ന് പറഞ്ഞു മന്മത. ഇതിപ്പോ ആരാ വിളിച്ചത്? മന്മതനെ വിളിക്ക്. മന്മത, ഞാൻ സത്യം കൊടുക്കാം, വെക്കല്ലേ? എന്താ മന്മത, എന്തൊക്കെ ഈ പാർട്ടിയിൽ നടക്കണം? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഒന്ന് പറഞ്ഞേ നീ. അല്ല സത്യേട്ടാ, ലേറ്റ് ആയതുകൊണ്ടാണ് നമ്മളത്. ഞാൻ എന്ത് ലേറ്റ് ആണ്? ഞാനൊരു സമയം പറഞ്ഞിട്ടില്ലേ? ആ സമയത്തിന് ഞാൻ വരൂലേ? അതിനൊരു പെട്ടെന്ന് മഴ പെയ്തേ സത്യേട്ടാ. മാത്രമല്ല നമുക്ക് പ്രവർത്തകർ കുറവായിരുന്നു. അപ്പൊ വന്ന ബംഗാളികൾക്കാണെങ്കിൽ പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ തിരക്കൂട്ടി. അപ്പൊ അതുകൊണ്ടാ ഉദ്ഘാടനം നടത്തിയ. എടോ, മഴ ഉണ്ടായിരുന്നെങ്കിൽ ആ പരിപാടി ക്യാൻസൽ ചെയ്യണം. അതാ ചെയ്യേണ്ടത്. എന്നിട്ട് ആരാ ഉദ്ഘാടനം ചെയ്തത്? അത് നമ്മുടെ വാർഡ് മെമ്പർ സുഗതൻ. സുഗതനാ? എടാ, സുഗതൻ ഒരു മെമ്പർ അല്ലേ? ഞാൻ മണ്ഡലം പ്രസിഡന്റ് അല്ലേ? ആർക്കാ അധികാരം കൂടുതലൊന്നും ആലോചിച്ചു അതൊന്നും പറഞ്ഞേ നീ. അല്ല, അധികാരം സത്യേട്ടന് തന്നെയാണ് അധികാരം. പക്ഷെ നമ്മള് നീ വേണ്ട ഇനി നീ ഒരു ചുക്കും പറയണ്ട. ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഈ വക പരിപാടികളൊന്നും ഒരു മാന്യായ പാർട്ടിക്ക് ചേർന്നതല്ല. അതൊക്കെ കയ്യിൽ വെച്ചാ മതി. ഇതാ സുഗതന്റെ പരിപാടിയാ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനിയിപ്പോ വേറെ പരിപാടിയൊന്നും ഇല്ല. ആ സ്കൂളുകാര് ഒരു ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു. അവിടെ പോയാലോ? അത് ഉച്ചയ്ക്ക് ശേഷല്ലേ? രാവിലെ ആക്കാൻ പറയാ. സ്കൂളിൽ കുട്ടികൾ അവിടെ ഉണ്ടാവില്ലേ? എന്നാ പിന്നെ അത് പറ. ശാസ്ത്ര ക്ലബിന്റെ ഉദ്ഘാടനമാണ്. അതിനെന്തായാലും നമ്മൾ തന്നെ പോണം. നമ്മളല്ലാതെ വേറെ ആരും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ്. വിളിച്ചു പറഞ്ഞു. ഞാൻ അവരെ വിളിച്ചു പറയാം. കയറിക്കോളൂ. പോലെ നേരെ പോവാം. ധർണ ഉദ്ഘാടനം ചെയ്യും. ഞാനെന്ത് ചെയ്തു സുധേട്ടാ നിങ്ങൾ പറയണേ? അയാൾ വരാൻ ലേറ്റായി. മണ്ടുവെച്ചി മാത്രമല്ല, അവിടെ കൂടിയിരുന്നതിൽ ഒന്നാമത് നമ്മളെ മലയാളികളില്ല, കുറെ ബംഗാളികളാണ് ഉണ്ടായിരുന്നത്. അവർ മഴയും കൂടെ പെയ്തപ്പോൾ അവർക്കെല്ലാം പോണമെന്ന് ബഹളം ഉണ്ടാക്കി. ഈ സത്യനോട് ചോദിച്ചിട്ട് വേണ്ട എന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ. അതെ, ജില്ലാ കമ്മിറ്റിയിൽ മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലും വരെ പരാതി കൊടുക്കും. അങ്ങനെ എങ്ങാനും ഉണ്ടായാൽ പാർട്ടി എനിക്കെതിരെ നടപടിയെടുക്കും. അതിലൊരു സംശയമില്ല. ഉദ്ഘാടനത്തെ പേരിൽ ഇത്രയും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുമായിരുന്നു. വെറുതെ പേര് ദോഷം കിട്ടും സുഖേട്ടൻ. ഇനി എന്ത് ഉദ്ഘാടനം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പോയി ചെയ്തോളൂ. സത്യം. എന്റെ സുഖതേട്ട ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല.
ഞാൻ ആ ഫേസ്ബുക്കിൽ സുഖമായിട്ട് ഉദ്ഘാടനം ചെയ്യണ ഫോട്ടോ ഇട്ടിട്ട് എത്ര പേരെ ലൈക്ക് അടിച്ചെന്നറിയാമോ? അതിന്റെ കമന്റ് വായിച്ചത് നിങ്ങൾ? അത് കാരണമാണ്, ആ ഒരു ഒറ്റ കാരണമാണ് ഈ സത്യന് ഇത്രയും ചൊറച്ചിലുണ്ടായത്. എന്റെ സുഖേട്ടൻ നിങ്ങളൊന്നും മിണ്ടായിരിക്കും. അതിന്റെ താഴെ ഒരാൾ കമന്റ് എഴുതിയിരിക്കുകയാണ്, ഈ സുഖേട്ടൻ മെമ്പറായിട്ട് ഒതുങ്ങേണ്ട ആളല്ല, മന്ത്രിയാവേണ്ട ആളാണെന്ന്. ഇങ്ങനെയൊക്കെ തന്നെയാണ് രാഷ്ട്രീയത്തിൽ മുമ്പോട്ട് പോകുന്നത്. പറഞ്ഞു കൊടുക്കുക ചേച്ചി. അതെ, രാഷ്ട്രീയത്തിന്റെ കീഴ്വഴക്കൊക്കെ നിനക്കറിയാലോ. അയാൾ മണ്ഡലം പ്രസിഡന്റാ, ഞാൻ വെറും ഒരു മെമ്പറാ. നമ്മൾ കരുതിയിരിക്കണം, സത്യൻ എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല. സുഖേട്ടാ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാരും കൂടി അങ്ങ് പാർട്ടി മാറും. അതെ, പാർട്ടി മാറാനൊന്നും എന്നെ കിട്ടില്ല. മരണം വരെ ഈ പ്രസ്ഥാനത്തിൽ ഉറച്ചിരിക്കും. പക്ഷേ സത്യൻ 8ന്റെ പണി തരും. കരുതിയിരിക്കണം, സൂക്ഷിക്കണം. ഇതെന്താ ബ്രഹ്മാവോ? പിന്നെ സ്വാമി, ഈ ഞാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ സുഗതൻ എന്ന് പറഞ്ഞ കക്ഷീനെ. ഇപ്പോ പാർട്ടിയിൽ എന്നെയൊക്കെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി മാറ്റിയിട്ട് മൂപ്പർക്ക് ഇങ്ങനെ ഉയർന്നു വരണം. അതാണ് മൂപ്പരുടെ പ്ലാന്. അത് നടക്കരുത്. മൂപ്പര് ചവിട്ടി താത്തിട്ടാണ് ഈ സുഗതം മേപ്പെട്ട് പോണതേ. അത് നടക്കൂല. അത് പറഞ്ഞല്ലോ, ഇനി ഒരു ഉയർച്ച ഉണ്ടാവില്ല, സർവ്വം നശിക്കും. ആർക്ക്? നിങ്ങൾക്ക്? എനിക്കല്ല. അല്ല. ശരി, പറഞ്ഞു ഒന്നും പേടിക്കണ്ട. അങ്ങനെ വന്നാ മതി, എനിക്ക് സന്തോഷമായി. അങ്ങനെ തന്നെ ഞാൻ ചെയ്താ. ഓ, അപ്പൊ ഇനി വേറെന്തെങ്കിലും? ഇനിയാണ് കർമ്മം. ഒരക്ഷരം ഉരിയാടാതെ സുഗതന്റെ പറമ്പിലെ കന്നിമൂലക്ക് കുഴിച്ചിടാം. കുഴിച്ചിട്ടിട്ട് സുഗതനെ വിളിച്ച് പറയണോ? അത് വേണ്ടല്ലേ? ഇല്ല, പറയില്ല. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നെ ദക്ഷിണ ഗൂഗിൾ പേ.
എടി ഈ മൻപതിനെന്തിനാ എല്ലാവരും കൂട്ടിയിട്ട് വരുന്നത്? പിന്നെ ഇതെന്താന്ന് അറിയണ്ടേ, മനുഷ്യന്റെ കയ്യും കാലും വിറച്ചിട്ട് വെയ്യാം. സുധേട്ടാ സുധേട്ടാ ഇവിടെ എന്താ സംഭവം? ദേ ഇവിടെ ഇവിടെ എന്താ സംഭവം? അങ്ങോട്ട് അങ്ങോട്ട്. എല്ലാവരും കൂട്ടിയിട്ട് വന്ന് ഞങ്ങൾ എല്ലാരും കൂടെ നമ്മുടെ സമ്മേളനത്തിന്റെ സുഗതേട്ടന്റെ ഫ്ലെക്സ് വെക്കാനായിട്ട് അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നപ്പോ സുഗതേട്ടന്റെ ഫ്ലെക്സിൽ കാക്ക തൂറി മുഖത്ത്. ഞാൻ പറഞ്ഞില്ലേ ദോഷം തുടങ്ങി.